ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച നടക്കുന്ന ദിവസമാണ്, ഒരു കൂടിക്കാഴ്ച നടക്കുന്ന ദിവസമാണ്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്ക് അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ. ഉപദേശകരാരും തന്നെ ഇല്ലാതെ ട്രംപും പുതിനും നടത്തുന്ന കൂടിക്കാഴ്ച. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ച. പ്രേക്ഷകരെ, റഷ്യ വെടിനിർത്തലിന് ഉടൻ തയ്യാറാകണം, അതിനുശേഷം സമാധാന ചർച്ചകളാകാം. ഇതാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ നിലപാട്. കിഴക്കൻ ഡോൺബാസ് അടക്കം വിട്ടു നൽകണമെന്ന നിലപാട് റഷ്യയും എടുത്തിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ ഇരു രാജ്യങ്ങളും ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചർച്ച ഏറെ നിർണായകമാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനും നിർണായകമാണ്. നമ്മൾ പരിശോധിക്കുന്നു, അലാസ്കയിൽ സമാധാനം പിറക്കുമോ? ഇന്നത്തെ ഈ ചർച്ച വിജയിച്ചാൽ കഴിഞ്ഞ 4 വർഷത്തോളമായി റഷ്യയെയും യുക്രൈനെയും മുൾമുനയിൽ നിർത്തിയ രൂക്ഷ യുദ്ധത്തിന്റെ പരിസമാപ്തിക്കുള്ള സാധ്യതയാണ് ഉരുത്തിരിയുക. മധ്യസ്ഥ ചർച്ചകൾ കൊണ്ട് എന്തുകൊണ്ട് അലാസ്ക തിരഞ്ഞെടുത്തു എന്നതിൽ നിന്നും തുടങ്ങുകയാണ് നമ്മൾ ആദ്യം. എന്തുകൊണ്ട് അലാസ്ക തിരഞ്ഞെടുത്തു? റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ അലാസ്കയെക്കുറിച്ചുള്ള ചരിത്രമാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. 1853 മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. 1853 മുതൽ 1856 വരെ നീണ്ടുനിന്ന ക്രിമിയൻ യുദ്ധത്തിനു ശേഷം റഷ്യയുടെ ഖജനാവ് അപ്പാടെ ചോർന്നു പോയിരുന്നു. ഇതോടെ മോസ്കോയിൽ നിന്നും ഏറെ അകലെയുള്ള അലാസ്ക, ഈ അലാസ്കയെ നിലനിർത്തുക എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി മാറി. അതൊരു നടക്കാത്ത കാര്യമായി മാറി. ഇതിനു പുറമെ യുദ്ധം തുടർന്നാൽ ബ്രിട്ടൻ അലാസ്ക പിടിച്ചെടുക്കും എന്നൊരു തിരിച്ചറിവും അന്നത്തെ രാജാവും റഷ്യൻ ഭരണാധികാരിയുമായിരുന്ന ടിസാർ അലക്സാണ്ടർ രണ്ടാമനുണ്ടായി. അങ്ങനെ അദ്ദേഹം അന്നത്തെ 72 ലക്ഷം US$ കൊടുത്ത് അലാസ്കയെ അമേരിക്കയ്ക്ക് വിറ്റു. 1959 മുതൽ അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ്. അമേരിക്കൻ സംസ്ഥാന പദവി ലഭിച്ചിട്ടുമുണ്ട്. ഇന്ന് അവരുടെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് അലാസ്ക. 6,63,000 സ്ക്വയർ മൈലാണ് ഇത് നീണ്ടു കിടക്കുന്നത്. ഈ അലാസ്ക ഇന്ന് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ല് കൂടിയാണ് കേട്ടോ. വലിയ വില കൊടുത്ത അലാസ്കയെ അമേരിക്കയുടെ ഭാഗമാക്കിയത് മണ്ടത്തരമാണെന്ന ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അവിടെ സ്വർണ്ണമടക്കം കണ്ടെത്തിയതോടുകൂടിയാണ് ഇതിന് ലോക ശ്രദ്ധ ലഭിച്ചത്. അപ്പോൾ അങ്ങനെ റഷ്യയിൽ നിന്നും വാങ്ങിയ അലാസ്കയിൽ ഈ ചർച്ച നടക്കുമ്പോൾ അതിന് ആ അർത്ഥത്തിലും വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധികാരമേറ്റാൽ 24 മണിക്കൂറിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഒരു തരത്തിലും വഴങ്ങാൻ പുതിൻ തയ്യാറായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടന്നെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറായിരുന്നില്ല. ഇതോടെ പുടിനെ ട്രംപ് ഒരു ശത്രുപക്ഷത്തേക്കാക്കി മാറ്റി. യുദ്ധം നിർത്താൻ പുടിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ ട്രംപ് റഷ്യക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങി. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു ഉപരോധമടക്കമുള്ള ഭീഷണി. ഇതിനിടയിൽ ഓഗസ്റ്റ് മാസം 8-ാം തീയതിക്ക് മുന്നേ യുദ്ധം നിർത്തണം എന്നൊരു അന്ത്യശാസനം കൂടി ട്രംപ് പുടിന് നൽകി. പക്ഷേ ട്രംപിന്റെ അന്ത്യശാസനത്തെ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു വ്ളാഡിമിർ പുടിൻ എന്ന റഷ്യൻ ഭരണാധികാരി. ഇതിൽ പ്രകോപിതനായി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കടക്കം പിഴച്ചുങ്കം ഏർപ്പെടുത്തിയായിരുന്നു ട്രംപിന്റെ ശിക്ഷിക്കൽ. ഈ ഉപരോധം മറികടക്കാൻ റഷ്യയും ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നിക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നതും. ഇതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ അലാസ്ക ചർച്ച എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപും പുടിനും നടത്താനിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. എങ്കിലും ഭൂമി വിട്ടു നൽകേണ്ടി വരും എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അതാണ് ഒരു പരിഹാര മാർഗമായി സ്വീകരിക്കുക എന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അലാസ്ക ഉച്ചകോടിക്ക് ശേഷം റഷ്യയുടെ നിയന്ത്രണത്തിലല്ലാത്ത ഡോൺബാസിന്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ ഡോൺബാസിന്റെ ഭാഗങ്ങളൊക്കെയും വിട്ടു നൽകേണ്ടി വരും എന്നാണ് പുടിൻ പറയുന്നത്. രാജ്യത്തിന്റെ ഏറെക്കുറെ 90,000 ചതുരശ്ര കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് റഷ്യ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വൊളോഡിമർ സെലൻസ്കി പറയുന്നത്. എന്നാൽ
ഇതിനോട് പോസിറ്റീവായ പ്രതികരണമല്ല വൊളോഡിമർ സെലൻസ്കിയുടേത്. കാരണം വെടിനിർത്തലിന് പകരമായിട്ട് ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തിന് ഇപ്പോൾ കിഴക്കൻ ഡോൺബാസ് ഒക്കെ വിട്ടു നൽകുകയാണെങ്കിൽ പിന്നീട് അതിനെ ഭാവിയിൽ ഒരു യുദ്ധം തുടങ്ങാനുള്ള വഴിയായി മോസ്കോ ഉപയോഗിക്കുമെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. ഇനി ഈ വിഷയത്തിലെ യൂറോപ്യൻ യൂണിയന്റെ നിലപാട് കൂടി നമ്മൾ പരിശോധിക്കണ്ടേ? യൂറോപ്യൻ യൂണിയന്റെ നിലപാടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് യുക്രൈന് വേണ്ടി നടക്കുന്ന ഒരു ചർച്ചയാണ് അലാസ്കയിൽ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിൽ നിർബന്ധമായും യുക്രൈനെ പങ്കെടുപ്പിക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുക്രൈൻ ഇല്ലാതെ യുക്രൈന് വേണ്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് എന്തിനാണ് എന്നും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുക്രൈന്റെ പരാജയത്തിന്റെ തുടക്കമാകും ഇത് എന്നൊരു മുന്നറിയിപ്പ് പോലും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിന് നൽകിയിട്ടുണ്ട്. യുക്രൈന്റെ പ്രാതിനിധ്യമില്ലാതെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഫ്രാൻസ്, അതുപോലെ ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ബ്രിട്ടൻ, ഫിൻലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ചൂണ്ടിക്കാട്ടിയത്. മാത്രവുമല്ല യുക്രൈന് പരിപൂർണമായ പിന്തുണ നൽകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഉച്ചകോടിക്കൊടുവിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന്. നമ്മുടെ ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്കാണ് ഈ ചർച്ച നടക്കുന്നത്. നാളെ പുലർച്ചെ നമ്മൾ ഈ വാർത്തകളൊക്കെ അറിയുമ്പോൾ ഒരു ശുഭവാർത്തയാകട്ടെ. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് മറ്റെല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഇടപെട്ടിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം ഇന്നത്തെ അലാസ്ക ചർച്ചയിലൂടെ നടക്കട്ടെ. റഷ്യ യുക്രൈൻ യുദ്ധം നിലയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ?